പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന സമയത്ത് അതേ ചില കൃതികളിലൊക്കെ നമുക്ക് കാണാം, വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുകഴ്ത്താൻ എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗലൂദിലുള്ള ഒരു വരിയാണ്, വലദത്തുഹു അവിടുത്തെ പ്രസവിച്ചത് മഖ്തൂനൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലായിരുന്നു, വമക്ഹൂലൻ സുറുമയിടപ്പെട്ട നിലയിലുമായിരുന്നു, ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു നല്ല പരമ്പരയും സഹീഹുമായ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു സംഭവേ സ്വഹീഹായ ഹദീസിലില്ല. അവിടുത്തെ സംബന്ധിച്ച് ചേലാകർമ്മം ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള സർവ്വ ഹദീസുകളും ഒരുപാട് പോരായ്മകളുള്ള നിലക്ക് ദുർബലങ്ങളായ സംഭവങ്ങളാണ്. വേറെ ചില ദുർബല ഹദീസുകളിൽ ജിബ്രീൽ വന്നിട്ടാണ് ചേലാകർമ്മം ചെയ്തത് എന്നും പറയുന്നുണ്ട്. അതും ദഈഫാണ്. എന്നാൽ ഏഴാമത്തെ നാള് അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം നടത്തിയത് എന്നും ദഈഫായ റിപ്പോർട്ടിലുണ്ട്. അതും സഹിയല്ല, ദഈഫായ റിപ്പോർട്ടിലുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറയുന്നത് എന്താ, എന്നാൽ ഇതാണ് അവിടുന്ന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇതാണ്, കുറച്ചും കൂടി ഒരു തിരിയെങ്കിലും പരമ്പര മറ്റേനേക്കാണ്. ഇതും ശരിയല്ല, മറ്റേ പരമ്പരയുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബല ഏതിനാണ്, ഇങ്ങനെ ഏഴിന്റെ അന്ന് ഇങ്ങനെ അവിടുത്തെ ചേലാകർമ്മം നടത്തി എന്നതാണ്. ഇതൊക്കെ എന്താണ് പ്രമാണങ്ങളിൽ ഉള്ളതെങ്കിൽ നമ്മൾ അത് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറയണം, അല്ലെങ്കിൽ അവിടുന്ന് പറയണം എന്റെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാ നമുക്ക് അതാണ് പ്രമാണം. ഇനി നോക്കൂ, അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരാരെങ്കിലും പറയണം. ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് ജനിച്ചു വീണപ്പോ മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പറയപ്പെടാറുണ്ട്. സാവ തടാകം വറ്റി വരണ്ടുപോയി, അതുപോലെ തന്നെ കിസ്ര കൊട്ടാരം വിറകൊണ്ടു, അഗ്നി പൊലിഞ്ഞുപോയി തുടങ്ങിയ ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയ്ക്കൊന്നും ഒരു ശരിയായ കൃത്യമായ നിലക്കുള്ള പരമ്പരകൾ, പ്രിയമുള്ളവരെ, സ്വീകാര്യമായ നിലക്കുള്ള പരമ്പരയോടെയല്ല അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊന്നുമില്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോരായ്മയും ഇല്ല, ഒരു മഹത്വക്കുറവും ഇല്ല. ഇല്ലാത്തത് പറയേണ്ടതില്ല, ഉള്ളതൊന്നും നമ്മൾ ചുരുക്കി പറയേണ്ടതുമില്ല.